Okay, ready and excited എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. If you are ready and excited, let's begin today's session. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. So good morning, welcome back. നമ്മുടെ are you ready? Okay, very good. നമ്മളുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ ടോപ്പിക് ഒന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ഹൗ ടു വിൻ ഇൻ ടുഡേയ്സ് വേൾഡ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ലോകത്ത് നമുക്ക് എങ്ങനെ വിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഹൗ ടു വിൻ ടുഡേയ്സ് വേൾഡ്. ഇന്നത്തെ ഈ ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ വിൻ ചെയ്യാം. ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ലോകത്ത് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. നോട്ട് പാഡും പേനയൊക്കെ എടുത്തോളൂ. കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളുള്ളത്. ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല രീതിയിലേക്ക്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല രീതിയിലേക്ക് നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഈസി ആണോ? ആണ്. പക്ഷേ എന്തുകൊണ്ടാണ്? ഒരു സൈഡിൽ ഈസിയാണ്, അറ്റ് ദ സെയിം ടൈം മറ്റൊരു സൈഡിൽ എന്താണ്, പ്രയാസവുമാണ്. ഞാൻ പറഞ്ഞുതരാം. പണ്ടുണ്ടായിരുന്ന ഒരു ടൂളുകളോ സംഗതികളോ ഒന്നും അല്ല ഇന്ന് നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൂളുകളും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് ഇന്റർനെറ്റിന്റെ ഒരു ലോകമുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള സമയത്ത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറല്ലാതെ, കാലത്തിനനുസരിച്ച് കാലം നാടോടുമ്പോൾ നടുവോടും എന്താ പറയുക, നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താ വെച്ചാൽ കറക്റ്റ് അതിനനുസരിച്ച് ഓടാൻ തയ്യാറല്ലാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവും. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയാവാം, നമ്മളുടെ സംഗതികളാവാം, നമുക്ക് എന്ത് ചെയ്യും, വി വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. നമ്മൾ എന്ത് ചെയ്യും, പുറകിലാക്കപ്പെടും. ഒരു സൈഡിലുള്ള ഒരു കാര്യം ഇതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും നല്ല ടൂളുകളും സംഗതികളും ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് ഈസി ആക്കാൻ ഇത്രയും ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു പ്രയാസമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രയാസമുള്ള കാര്യം ഇതാണ്. നമ്മളുടെ പ്രയാസമുള്ള കാര്യം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പേര്, ഇത് ഈസി ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ മേഖലയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ മേഖലയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ഓൾറെഡി മുന്നോട്ട് പോയി കഴിഞ്ഞു, ഓൾറെഡി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മത്സരം ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം കാര്യങ്ങൾ എല്ലാവർക്കും ഈസിയാണ്. കുറച്ചൊന്ന് സ്മാർട്ട് ആയിട്ടുള്ള, കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള, കുറച്ചൊന്ന് ഡ്രൈവ് ഉള്ള, കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവർ മുന്നോട്ട് പോകും. ചിന്തിച്ചിരിക്കുന്നവർക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ആലോചിച്ചിരിക്കുന്നവർക്ക് നഷ്ടപ്പെടും. സോ ദാറ്റ് ഈസ് ദ വേൾഡ് വി ആർ. ഹലോ, ഡു യു അഗ്രി വിത്ത് മീ? നിങ്ങളൊന്ന് വീഡിയോയിൽ വരാൻ പറ്റുമോ? ക്യാൻ യു കം ഇൻ വീഡിയോ? ഐ വാണ്ട് യു ടു ബി ഹിയർ ഇൻ വീഡിയോ ബിക്കോസ് ഐ വാണ്ട് ടു സീ യു പീപ്പിൾ. എനിക്ക് ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ആരും കാണാതിരുന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ നോട്ട് ഗിവ് ദാറ്റ് എനർജി ഫുള്ളി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചാൽ, വാട്ട് ഐ വാണ്ട് യു ടു ഡു ഈസ് യു ഹാവ് ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് നമ്മുടെ മുൻപിലുള്ള അവസരമുണ്ട്. എന്തെല്ലാം അവസരങ്ങളുണ്ട്, എന്തെല്ലാം ബെനിഫിറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ആ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തയ്യാറാണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഇപ്പോൾ ഈ ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്ത്, ഏത് ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ വിജയം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഫാമിലി പരമായിട്ടുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഇന്നത്തെ കാലത്ത് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന് ക്രിയേറ്റേഴ്സ്, മറ്റൊന്ന് കൺസ്യൂമേഴ്സ്. നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണോ, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്തെടുക്കണോ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ക്രിയേറ്റേഴ്സ് ആണ്, മറ്റൊന്ന് കൺസ്യൂമേഴ്സ് ആണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? നമ്മുടെ കയ്യിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് ഇതിൽ, അല്ലെ? ഈ ഫോണിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ ഫോണിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
നമ്മൾ ആ സമയം ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ അറിവ് നമ്മളുടെ കരിയറിന് വേണ്ടിയിട്ടാണോ അത് ഉപയോഗിക്കുന്നത്? അതല്ല മറ്റുള്ള ഒരാളുടെ വ്ളോഗ് കണ്ടിട്ടോ സോഷ്യൽ മീഡിയ കണ്ടിട്ടോ സംഗതികൾ കണ്ടിട്ടോ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണോ ചെയ്യുന്നത്? ലോകത്ത് രണ്ടാൾക്കാരേ ഉള്ളൂ, കൺസ്യൂമേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ്. ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ക്രിയേറ്റേഴ്സ് മാത്രമല്ല, അവർ ലോകത്ത് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാണ്, മാനുഫാക്ചർ ചെയ്തവരാണ്. അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തികളായിട്ട് മാത്രമായി നമ്മൾ മാറുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ കരിയർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? വി ഹാവ് ടു ബിക്കം ദ ക്രിയേറ്റർ. നമ്മളുടെ സർവീസ് വേറെ ആൾക്കാർ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നമ്മളുടെ പ്രോഡക്റ്റുകൾ, നമ്മുടെ സംഗതി. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഐ ഹാവ് ടു ബിലോങ് ടു എ കാറ്റഗറി ഓഫ് ക്രിയേറ്റർ. നമ്മൾ ജോലി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറരുത്. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് ഈ ലോകത്ത് എന്ത് ചെയ്യുള്ളൂ? കൂടുതൽ വിൻ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അതിനല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതല്ലെങ്കിൽ നിങ്ങൾ എന്താ സംഭവിക്കുക? ഞാൻ ഇനി പറയാൻ പോകുന്ന ചില ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും? ആയി മാറും. കൺസ്യൂമേഴ്സ് ആയിട്ട് മാറും. നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ആയിട്ട് മാറും. ക്രിയേറ്റേഴ്സിന്റെ അടുത്ത്, കൺസ്യൂമേഴ്സിന്റെ അടുത്തുള്ള പണം ക്രിയേറ്റേഴ്സിന്റെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കൺസ്യൂമേഴ്സ് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ എവിടേക്കാണ് പോകുന്നത്? ക്രിയേറ്റേഴ്സിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. സോ ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്യും? കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആർ യു സ്പെൻഡിങ് മണി ഓർ ആർ യു ക്രിയേറ്റിംഗ് മണി? ആർ യു എ ക്രിയേറ്റർ? മനസ്സിലാവുന്നുണ്ടോ? സോ യു നീഡ് എ പ്രോഡക്റ്റ് ഓർ യു നീഡ് എ സൊല്യൂഷൻ, യു നീഡ് എ കമ്പനി ഓർ യു നീഡ് എ സർവീസ്, വാട്ട് എവർ, യു നീഡ് എ സ്കിൽ സെറ്റ് ദാറ്റ് യു ക്യാൻ പ്രൊവൈഡ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ, ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ആൾക്കാരെ. സോ ഈ രണ്ട് കാറ്റഗറിയിൽ എവിടെയാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്? കമന്റ് ചെയ്ത് ജസ്റ്റ് കമന്റ് ഡൗൺ. വേർ ആർ യു, കൺസ്യൂമർ ഓർ ക്രിയേറ്റർ? നിങ്ങൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉള്ളത്? നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം. റിയാലിറ്റി മനസ്സിലാക്കി, ഇത് ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദിസ് ഈസ് ദ റിയാലിറ്റി. എവിടെയാണ് നിങ്ങളുള്ളത്? ക്രിയേറ്റേഴ്സിലാണോ അതല്ല കൺസ്യൂമർ ആണോ? വേർ ആർ യു? കൺസ്യൂമർ ആണെന്ന് പറയുന്നത് അൻസിൽ പറയുന്നത് കൺസ്യൂമർ ആണ്. ഐ വാണ്ട് എവറിബഡി ടു കമന്റ്. ക്രിയേറ്റർ ആണെന്ന് പറയുന്നു മുഹമ്മദ് ഷിബിൽ പറയുന്നു, പ്രവീൺ പറയുന്നു കൺസ്യൂമർ ആണ്. ഓക്കെ, അസീന പറയുന്നു ക്രിയേറ്റർ ആണ്. ലൈക്ക് നോ, വേറെ ആൾ പറയുന്നു കൺസ്യൂമർ ആണ്. ഓക്കെ, അംബ്ലി പറയുന്നു കൺസ്യൂമർ ആണ്. സോ അണ്ടർസ്റ്റാൻഡ് വേർ യു ആർ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? ആർ യു ഇൻട്രസ്റ്റഡ്? ആർ യു ഇൻട്രസ്റ്റഡ്? ലൈക്ക് യെസ് ഓർ നോ? ജസ്റ്റ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് പണമില്ലാതെ, വരുമാനമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ഇറ്റ്സ് റിയലി ഹാർഡ്, ചാലഞ്ചിങ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ കണ്ടിന്യൂസ് നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഈ ലോകത്തേക്ക് കൺസ്യൂമറിസം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നമ്മുടെ മക്കള് ജനിച്ചു വീണിരിക്കുന്നത്. ദേ ഹാവ് ഡിസയേഴ്സ്. പണ്ടുള്ളത് പോലെയല്ല. പണ്ട് നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ടായിരുന്നുള്ളൂ? സർവൈവൽ ആയിരുന്നു അവരുടെ കാലത്ത് ഏറ്റവും. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോവാ. നമുക്ക് എന്തായി മാറി? നെസസിറ്റി എന്ന് പറയുന്ന നീഡായിട്ട് മാറി. നമ്മുടെ നീഡ്, അവരുടെ നീഡ്, അവരുടെ ആവശ്യം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക എന്നുള്ളതായിരുന്നു. നമ്മളെപ്പോലുള്ള ആൾക്കാർ ജനിച്ച സമയത്ത്, ഒരു 80കളും 90കളിലൊക്കെ ഉള്ള മക്കൾ ജനിച്ചതിന് ശേഷം അവർക്കൊക്കെ എന്താണ്? 70കളിലും 80കളിലും 90കളിലൊക്കെ ജനിച്ചിട്ടുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം സർവൈവൽ അല്ല, അവർക്ക് നെസസിറ്റിയാണ്, അത്യാവശ്യത്തിന് വേണ്ടി. എന്നാൽ 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള മക്കള്, അവരെ സംബന്ധിച്ചിടത്തോളം നെസസിറ്റി അല്ല പ്രധാനം, ദേ നീഡ് ലക്ഷറി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അവർക്ക് നെസസിറ്റി അല്ല, അവർക്ക് ലക്ഷറിയാണ് അവരുടെ നെസസിറ്റി ആയി മാറിയിരിക്കുന്നത്. അവർക്ക് അതെന്ന് വെച്ചാൽ നെസസിറ്റി ഒന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ലക്ഷറി നെസസിറ്റി ആയി മാറി. ദാറ്റ് മീൻസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള നെസസിറ്റി ആണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇങ്ങനെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. യെസ് ഓർ നോ? സോ ലക്ഷറി ബിക്കേം നെസസിറ്റി. ഇങ്ങനെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലക്ഷറി ബിക്കേം, ആ ഒരു നെസസിറ്റി ആയി മാറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര എക്സ്പെൻസ് ഉണ്ട്. നല്ലൊരു വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു വസ്ത്രം കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. സോ യു ഹാവ് ടു ബിക്കം, there are two choices. You can become a consumer and struggle your life, ഒരു സ്ട്രഗ്ലിംഗ് ലൈഫ് ആയിട്ട് മുന്നോട്ട് പോകാം, or you can become a creator. And this is a reality. And this is a reality. How you are going to face it? മനസ്സിലാവുന്നുണ്ടോ? How you are going to face it? നിങ്ങൾ എങ്ങനെ അത് ഫേസ് ചെയ്യും?
എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? അപ്പൊ പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, ക്രിയേറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് ടൂൾ. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു വരുമാന മാർഗത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരുപാട് അവസരങ്ങൾ ഇപ്പൊ അവിടെ ഉണ്ട്. നമുക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ എളുപ്പമാണ്. ബട്ട് വി ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റും. ആർ യു റെഡി ഫോർ ഇറ്റ്? ആർ യു റെഡി ഫോർ ഇറ്റ്? ജസ്റ്റ് കമന്റ് ഡൗൺ ഇഫ് യു ആർ റെഡി ഫോർ ഇറ്റ്, ഓർ ലൈക്ക് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നിങ്ങളാവാം, നിങ്ങളുടെ മക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം. നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായേ പറ്റും. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റും. വി ഹാവ് ടു തിങ്ക് ലൈക്ക് എ ക്രിയേറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് ഇറങ്ങി തിരിക്കാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വെൽത്ത് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാറി മറിഞ്ഞ് നല്ല രീതിയിലേക്ക് വരാം. നെക്സ്റ്റ് എന്താണ്? ക്രിയേറ്റേഴ്സിനെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 3 തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചോയ്സാണ് നമുക്കുള്ളത്. ഈ വേൾഡിൽ ഇപ്പൊ 3 തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ പീപ്പിൾ ആണ്. വളരെ ദാരിദ്ര്യം, പ്രയാസം, ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന, വരുമാനം വളരെ കുറവുള്ള ആൾക്കാർ, അവരുടെ എണ്ണം ഒരുപാട് കൂടി വരുന്നു. പുവർ പീപ്പിൾ ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളതായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എപ്പോഴും ഒരു ഫിയറിൽ ജീവിക്കേണ്ടി വരും. അൺസെർട്ടനിറ്റി എപ്പോഴും ഉണ്ടാകും. ഒരു ജോലിയോ നല്ല വരുമാനങ്ങളോ സംഗതികളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടോ. ഇന്നത്തെ ഈ ഒരു മോഡേൺ വേൾഡിൽ പാവപ്പെട്ടവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൊ അവർക്കൊക്കെ, ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു അവസരമുണ്ട്. എന്ത്? അവരൊരു ക്രിയേറ്റർ മൈൻഡ് സെറ്റിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കം ബാക്ക്. നമ്മളത് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. സ്വർണ്ണ എത്രയോ ആൾക്കാർ വ്ളോഗുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രക്ഷപ്പെട്ടവരുണ്ട്. സ്വർണ്ണ എത്രയോ ആൾക്കാർ ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ട് രക്ഷപ്പെട്ടവരുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ് വി ഹാവ്. എത്ര പോർ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്തിട്ടോ, നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയെങ്കിൽ അത് പഠിപ്പിച്ചിട്ടോ, ട്യൂഷൻ ഓൺലൈനിൽ കൊടുത്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവസരങ്ങൾ കണ്ടെത്താൻ, ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് പീപ്പിൾ ആർ കമ്മിങ് ബാക്ക്. ഇന്നിപ്പോ 18, 20 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സൊക്കെ ഉള്ള പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്? വീട് വെക്കുന്നത്. അപ്പൊ അതും ഈ ലോകത്ത് തന്നെയാണ് നടക്കുന്നത്. ബിക്കോസ് ദേ ആർ ക്രിയേറ്റേഴ്സ്. അപ്പൊ ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കും, നമ്മൾ ക്രിയേറ്റർ ആവാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് സംഭവിക്കും? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പൂർ സിറ്റുവേഷനിലേക്ക് നമ്മൾ താഴെപ്പെടും. അപ്പൊ ലിവ്സ് വിത്ത് ഫിയർ, എപ്പോഴും എന്താ വെച്ചാൽ നാളത്തെ കാര്യം എന്താകും എന്നുള്ളൊരു വേജാറിലും ഒരു വിഷമത്തിലും പ്രയാസത്തിലൂടെയും കടന്നു പോകേണ്ടി വരും. ആൻഡ് ഹൈലി ട്രോമാറ്റിക് ആയിരിക്കും ആ ലൈഫ് സ്റ്റൈൽ. ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ തളർത്തി കളയും, പാരലൈസ് ചെയ്യും. വളരെ പുവർ സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. സാമ്പത്തികമായിട്ട് ശരിക്കും പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ, നല്ലൊരു വീടില്ലാത്തൊരവസ്ഥ. ഹൈലി ട്രോമാറ്റിക് ആയിരിക്കും ആ എക്സ്പീരിയൻസ്. ലൈഫ് മൊത്തത്തിലൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള തിങ്കിങ് വരും. ഇനി എന്റെ ലൈഫ് ഇതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാണെന്ന് വെച്ചാൽ ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലാണ്. നോ ഡ്രീംസ്, അവർക്ക് സ്വപ്നങ്ങളൊന്നുമില്ല, അവർക്ക് വലിയ ആഗ്രഹങ്ങളില്ല, ആഗ്രഹങ്ങൾ കാണാനുള്ള ധൈര്യമില്ല, അവർക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യുമെന്നുള്ളത് അറിയില്ല. ഹൗ ഐ എം ഗോയിങ് ടു ഡു ഇറ്റ്, ഞാൻ എങ്ങനെ അത് നേടിയെടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേജ് ആണെന്ന് വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. അടുത്തത് ഏതാ? അടുത്തെന്ന് പറയുന്നത് സ്ട്രഗ്ലേഴ്സ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്ട്രഗ്ലേഴ്സ് ആണ്. സ്ട്രഗ്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ ഞെക്കിയും ഞെരുങ്ങിയൊക്കെ ഇങ്ങോട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. കഷ്ടപ്പാട് തന്നെയാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടുണ്ട്. മറ്റത് ഹൈലി ഡിഫിക്കൽട്ട് ആണ്. ജീവിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കഷ്ടപ്പാട്. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നടന്നു പോകുന്നു, ജസ്റ്റ് രക്ഷപ്പെടൽ.
ആ സ്ട്രഗിളിങ് ഒരിക്കലും തീരുന്നില്ല. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരുപാട് ബാങ്ക് ലോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട്, സാമ്പത്തിക ബാധ്യതകളുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ആദിയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദിയുണ്ട്. സാമ്പത്തികമായിട്ടൊരു സുരക്ഷിതത്വം നേടിയിട്ടില്ല, സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. സോ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയുന്ന സംഗതി, മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അവിടെ നേരത്തെ പറഞ്ഞ പുവർ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർ, അധികം ആൾക്കാരും ഈ ഒരു ലൈഫ് സ്റ്റൈൽ, സ്ട്രഗ്ലിംഗ് ലൈഫ് സ്റ്റൈൽ നയിക്കുന്നവരാണ്. അവർ ജസ്റ്റ് സർവൈവേഴ്സ് ആണ്. അവർ രക്ഷപ്പെട്ടു പോകുന്നു. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ. എത്ര പേർക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകുന്നുണ്ട്? എത്രത്തോളം ആൾക്കാർ ഈ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്? എത്ര സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്? ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഔട്ട്, ജസ്റ്റ് കമന്റ് ഡൗൺ മീ. അക്സെപ്റ്റ് ഇറ്റ്, ദ റിയാലിറ്റി. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അവരുടെ ലൈഫ് എന്താ വെച്ചാൽ അവർക്ക് ആകെ ഒരു ഒറ്റ ഓപ്ഷനുള്ളൂ. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ഒന്നുകിൽ എന്ത് ചെയ്യുക? ഓപ്റ്റ് ചെയ്യുക. ആസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ് പ്രിഫർ ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, അതായത് ഇതാണ് എന്റെ ലൈഫ്, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി, അനാവശ്യമായിട്ട് ഞാൻ പറയുന്നില്ല, ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച്, സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സിമ്പിൾ ലൈഫ് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ചോയ്സ് ആണ് അവരുടെ മുൻപിൽ ഒന്നുകിലുള്ളത്. അങ്ങനെ ജീവിച്ചാലും അവരുടെ സ്ട്രഗിൾ ഒരിക്കലും തീരുന്നില്ല. സിമ്പിൾ ലൈഫ് നയിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ബട്ട് സ്റ്റിൽ പ്രോബ്ലംസ് വിൽ കണ്ടിന്യൂ. സ്റ്റിൽ ദേ ഹാവ് ടു വർക്ക് ഹാർഡ്. ആ സിമ്പിൾ, അതായത് എല്ലാ ചെലവുകളും ചുരുക്കി ജീവിക്കേണ്ടി വരും, സിമ്പിൾ ആയിട്ട് ജീവിക്കേണ്ടി വരും. പീസ് ഓഫ് മൈൻഡ് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ശാലകളൊക്കെ സിമ്പിൾ ലൈഫ് സ്റ്റൈലിലേക്ക് പോവുക എന്നുള്ള തിങ്കിങ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അവർക്ക് കണ്ടിന്യൂസ്, പക്ഷെ അവരുടെ റാറ്റ് റേസ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ, സ്ട്രഗിളേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ ഈസിയർ ചോയ്സ് തിരഞ്ഞെടുക്കുന്നവരാണ്. അവരെന്താണ്? കുറച്ച് ഈസി ആയിട്ടുള്ള ചോയ്സ് തിരഞ്ഞെടുക്കുന്നവരാണ്. കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കാറ്റഗറിയിൽ അധികം ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സാധാരണ ജോലി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിരിക്കും. ഈസിയർ ചോയ്സ് ആണ് അവർ എടുക്കുന്നത്. ബട്ട് ഹാർഡ് ലൈഫ് ഇൻ ഫ്യൂച്ചറിൽ എന്തായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം? ലേറ്റർ സമയത്ത് ഈ സ്ട്രഗിൾ എന്നും തുടർന്നുകൊണ്ടിരിക്കും. ഹാർഡ് ലൈഫ് ഇൻ ഫ്യൂച്ചർ. ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ദ ഹാർഡ് ലൈഫ്. ഇപ്പോ ഹാർഡ് ഡിസിഷൻസ് എടുക്കാൻ, ഈസിയർ ചോയ്സസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും? ഹാർഡ് ലൈഫ് വരും. ഫ്യൂച്ചർ കുറച്ചുകൂടെ കഷ്ടപ്പാട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം, ഇപ്പൊ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം, ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തേ പറ്റൂ? നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ രീതി നിങ്ങൾ അത് വിജയിച്ചേ പറ്റൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ഒരു ക്രിയേറ്റർ ആയേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചേ പറ്റൂ, അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് നിൽക്കും. അതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്, അച്ചീവേഴ്സ്. അച്ചീവേഴ്സ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദേ ഗോ ബിയോണ്ട്, ദേ ആർ ഇൻ ദ അപ്പർ ക്ലാസ്. അപ്പർ ക്ലാസ്സിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ്. അവർക്ക് റിച്ച് ആവണം, അവർക്ക് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് കുറച്ചുകൂടെ എന്താ വെച്ചാൽ സാമ്പത്തിക സുരക്ഷിതത്വം നേടണം. ആൻഡ് ദേ വാണ്ട് ടു ക്രിയേറ്റ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അച്ചീവേഴ്സിന്റെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഗ്രോ ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. ടേൺ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റീസ്. ഇവരെ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങള് റിയാലിറ്റീസിലേക്ക് റിയാലിറ്റി ആക്കാൻ കഴിവുള്ളവരാണ്. അതിനുള്ള ടൂളുകൾ പഠിച്ചിട്ടുള്ളവരാണ്. അതിനു വേണ്ടിയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, അതിനു വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്, മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാണ്, ഇവരുടെ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണ്. നിങ്ങളെ പോലെ. Are you an achiever? Just comment down if you're an achiever. Just comment down. I'm an achiever. Just comment down. I'm an achiever. Just comment down. I'm an achiever.
യെസ്, ഐ ആം എൻ അച്ചീവർ. ഒരു അച്ചീവറാണ്. ഷിനോ പറയുന്നത് അച്ചീവർ. നിങ്ങൾ എവിടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? അച്ചീവേഴ്സ് കാറ്റഗറിയിലാണോ, സ്ട്രഗിളേഴ്സിന്റെ കാറ്റഗറിയിലാണോ, അതല്ല ഡിഫിക്കൽട്ട് ലൈഫ് സ്റ്റൈലിന്റെ കാറ്റഗറിയിലാണോ? achiever കാറ്റഗറിയിലാണോ? if you are in achiever category, comment down A. Just comment down A. Just comment down A. So നമ്മളെ സംബന്ധിച്ചിടത്തോളം just comment down. That's easy for you. Just comment down A. achiever category. Just comment down. Everybody, I want you to comment A. അച്ചീവേഴ്സ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫർ ചെയ്ത് തുടങ്ങണം. ഞാൻ അതിലേക്ക് പുഷ്, നിങ്ങൾ ഈ ഒരു മോർണിംഗ് സെഷനിലോ ക്ലാസ്സുകളൊക്കെ നൽകിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഐ വാണ്ട് ടു പുഷ് യു, ടു ഹെൽപ്പ് യു. നമുക്കൊക്കെ ഒരു പുഷ് ആവശ്യമാണ്, സപ്പോർട്ട് ആവശ്യമാണ്, ഗൈഡൻസ് ആവശ്യമാണ്, മെന്ററിങ് ആവശ്യമാണ്. യെസ് ഓർ നോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. Am I right? You need help. Okay? Just comment down. If you need help, just comment down. Help me. On the comment there, help me. So that I can help you. Help me. Just comment down, help. Because we are going to, I want you to grow. I want you to think differently. നമ്മൾ ഇറങ്ങി ചിന്തിച്ചേ പെട്ടു. കാരണം നമുക്ക് വേറെ വഴിയില്ല. വി ഡോണ്ട് ഹാവ് അനദർ ഓപ്ഷൻ. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് ലൈക്ക് എൻ അച്ചീവർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ പുതിയ കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെ ചിന്തിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് ഒക്കെ വളർത്തി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ ലൈഫ് നമ്മൾ കാണുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു മീഡിയമാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ ലൈഫ് കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? പണം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുന്നുണ്ട്. അതിന്റെ വാർത്തകൾ വരുന്നുണ്ട്. കരിയറിൽ ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് നടത്തുന്ന സംഗതികൾ കാണുന്നുണ്ട്. ആൻഡ് ദെൻ ഹൗ ദേ ആർ തിങ്കിങ്, അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അവരുടെ മൈൻഡ് സെറ്റ് എന്താ? ഈ പുതിയ കാലഘട്ടത്തിൽ ഇവരെങ്ങനെ മാറി? ഇവർക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഇവർക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഇവർക്ക് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു? ഇവർക്ക് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു? ഇവർക്ക് എങ്ങനെ പേടിയില്ലാതെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ്? We have to know. And what's in their mind? അവരുടെ മനസ്സിനുള്ളിൽ എന്താണുള്ളത്? സോ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ആ ഒരു ദിവസം എനിക്ക് നിങ്ങളോട് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ ഒരു ഒറ്റ സെഷന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. നമ്മളുടെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു അച്ചീവർ ആയിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാം നമ്മൾ ഈ 20-ാം തീയതി, അതായത് നാളെ വൈകിട്ട് മുതൽ ആരംഭിക്കുന്നുണ്ട്. 20, 21, 22, 23, 24 5 ദിവസത്തെ കോച്ചിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നല്ല ഇൻക്രീസ് ചെയ്യാനും നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് നന്നായിട്ട് ഉഷാറാക്കി കൊണ്ടുവരാനും, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധ മാറി പോകുന്നുണ്ട് എങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിലേക്ക് സ്ട്രോങ് ആയിട്ട് ഓരോ ഡെപ്തിൽ നിങ്ങൾക്ക് ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ആ ടൂള് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു കോഴ്സാണ്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. ബീറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ എന്നാണ്. 499 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ഓരോ ഏരിയയിലും ഗോളുകൾ സെറ്റ് ചെയ്യും. ഇൻ ഡെപ്തിൽ ഗോളുകൾ സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ ഗോളുകളിലേക്ക് സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ലൈഫാണോ ക്രിയേറ്റ് ചെയ്ത് അച്ചീവർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഗോൾ എന്താണോ നിങ്ങൾക്ക് ക്രിയേറ്റ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റർ ആവാം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അച്ചീവർ ആയിട്ട് നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ അച്ചീവർ ആയിട്ട് മാറുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, ഷോർട്ട് കട്ടുകൾ, അതിനു വേണ്ടിയിട്ട് ടൈം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കോഴ്സാണ്. ജസ്റ്റ് കം and attend that workshop. Okay? 5 ദിവസത്തെ കോച്ചിങ് ആണ്. വൈകുന്നേരം 7:30 മുതൽ 9 മണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക. ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് കോച്ചിങ് നൽകും. സോ ഇഫ് യു വാണ്ട് ടു ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, വെറും 499 രൂപയേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. ആ നമ്പർ ഇതാണ് 80. അതിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. 499. അതിന്റെ സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക? അയക്കുക. 8086880775 എന്ന നമ്പറിലേക്ക്.
8086880775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക. അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം. 490 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക. എന്നിട്ട് ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതായത് 20-ാം തീയതി നടക്കുന്ന കോഴ്സിലേക്ക്. സോ അതൊരു ഇൻഫർമേഷൻ ഞാനിപ്പോൾ പാസ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് വരാം. സോ ലെറ്റ്സ് കം ബാക്ക്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജോയിൻ നൗ, ബിക്കോസ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇന്ന് കൂടിയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചെയ്യും. അതിന്റെ ആക്ച്വൽ ഫീ വരുന്നത് 899 രൂപയാണ്. ബട്ട് നെക്സ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ചാർജ്ഡ് മോർ. അപ്പം കൂടുതൽ ദിവസം കൂടുതൽ സംഗതികളൊക്കെ ആയിട്ട് പുതിയ അപ്ഡേഷനുമായിട്ട് നമ്മൾ വേറെയും കോഴ്സുകൾ വരുന്നുണ്ട്. ആ കോഴ്സുകളൊക്കെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ലോഞ്ചിങ് ഓഫർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എന്ത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അച്ചീവേഴ്സ്. ടേൺ ഡ്രീംസ് ഇൻ റിയാലിറ്റി. അച്ചീവേഴ്സ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്ക് മാറ്റുന്നവരാണ്. ദേ ആർ ലിവിങ് എ ഫാൻസി ലൈഫ്. അവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ അവർ ജീവിക്കുന്നു. അവർ കുറച്ചുകൂടെ എന്താ വെച്ചാൽ കൂടുതൽ അച്ചീവ് ചെയ്യുന്നവരാണ്. അവർ ലിവിങ് ലാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു. എല്ലാവരും അല്ല പറയുന്നത്. അച്ചീവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അങ്ങനെ ഫാൻസി ലൈഫ് നയിക്കുന്നൊന്നുമില്ല. ഫാൻസി ലൈഫ് വേണമെങ്കിൽ അവർക്ക് നയിക്കാം. നമ്മൾ മറ്റുള്ളവർ നല്ല കാറുകൾ, നല്ല വീട്, നല്ല സൗകര്യങ്ങൾ, നല്ല സംഗതികളൊക്കെ വെച്ചിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട്. ദേ ആർ ലിവിങ് ദിയർ ലൈഫ് ബിക്കോസ് ദേ ആർ അച്ചീവേഴ്സ് ആൻഡ് ദേ ഹാവ് ഫിനാൻഷ്യൽ ഫ്രീഡം. അവർക്ക് എന്തുണ്ട്? ഫിനാൻഷ്യൽ സ്ട്രഗിൾ അല്ല ഉള്ളത്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. ദേ ഹാവ് എ മണി കമ്മിങ് ടു ദം. പണം വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് വരാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കാൻ അവർ തയ്യാറാണ്. ദേ ആർ റെഡി ടു വർക്ക് ഹാർഡ്. ദേ ആർ റെഡി ടു വർക്ക് ഹാർഡ്. ദേ ആർ റെഡി ടു ബിൽഡ്. ദേ ആർ റെഡി ടു ക്രിയേറ്റ് സംതിങ്. They are ready to sell. They are ready to travel. ഒരാൾക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ്, പണിയെടുക്കാൻ തയ്യാറാണ്, പഠിപ്പിക്കാൻ തയ്യാറാണ്, പ്ലാൻ ചെയ്യാൻ തയ്യാറാണ്, എഴുതാൻ തയ്യാറാണ്, വർക്ക് ചെയ്യാൻ തയ്യാറാണ്. They are ready to work hard every day. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. No other option. They are planning their finances really well. They are managing their money really well. It's not easy. It's not easy. But the thing is, like, ഇന്നത്തെ കാലത്ത് ഒരുപാട് ടൂളുകൾ ഇതിന് അവൈലബിൾ ആണ്. സപ്പോർട്ട് സിസ്റ്റം അവൈലബിൾ ആണ്. എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ അതിനുള്ള നോളജ് നേടാനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, കോഴ്സുകളുണ്ട്. യൂട്യൂബിൽ നിന്ന് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ ബിസിനസ് തുടങ്ങാം, ഇതെല്ലാം യൂട്യൂബിൽ നിന്നും മറ്റുള്ള കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ആൻഡ് ദാറ്റ്സ് ഹൗ യു ക്യാൻ ഓൾസോ ഹാവ് എ ഫിനാൻഷ്യൽ ഫ്രീഡം ലൈഫ് സ്റ്റൈൽ, അതായത് അച്ചീവേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ. കണ്ടിന്യൂസ് കരിയർ ഗ്രോത്ത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കരിയർ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. Continuously they are planning for next big thing. They have a career growth. അവരുടെ ബിസിനസ്സിലാവട്ടെ, അവർ ഒരിക്കലും തളർന്നിരിക്കുന്നില്ല, അവർ ഡൗൺ ആയിട്ട് ഇരിക്കുന്നില്ല, ഇരിക്കാൻ പറ്റില്ല. കാരണം they know that this is an opportunity. ഇപ്പോൾ ഒരു അവസരം കിട്ടിയതാണ്. This is a gold mine. ഇത് നിധി, ലൈക്ക് സ്വർണ്ണ ഖനിയാണിത്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ഇപ്പൊ എനിക്ക് ആരോഗ്യമുണ്ട്, ഇപ്പൊ എനിക്ക് അവസരമുണ്ട്, ചിന്തിച്ചിരിക്കാൻ സമയമില്ല. ഐ എം റെഡി ടു ഗോ ആൻഡ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഏൺ മാക്സിമം ആൻഡ് ക്രിയേറ്റ് മൈ ഫ്യൂച്ചർ. ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. കണ്ടിന്യൂസ് കരിയർ ഗ്രോത്ത് അവർ ഡെവലപ്പ് ചെയ്തു. ഇവരുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിങ്കിങ് മെന്റാലിറ്റി. 3 ടൈപ്പ് ഓഫ് തിങ്കേഴ്സ്, 3 തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഇതാണ് വേൾഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. 3 ടൈപ്പ് ആൾക്കാർ ജീവിക്കുന്ന വേൾഡ്. ദിസ് ഇസ് എ ഹാർഡ് റിയാലിറ്റി. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? യെസ് ഓർ നോ? ദിസ് ഇസ് എ ഹാർഡ് റിയാലിറ്റി. ഇതാണ് ഈ ലോകം. വളരെ പാവപ്പെട്ട ആൾക്കാർ, മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, എന്നാൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. യെസ് ഓർ നോ? ഇതാണ് റിയാലിറ്റി. ഈ റിയാലിറ്റിയിൽ എന്തുകൊണ്ട് ആൾക്കാർ അതിലേക്ക് പോകുന്നു? കാരണം ഇവർ ഈ 3 കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ട് 3 ടൈപ്പ് തിങ്കേഴ്സ് ഉണ്ട്. ഒന്ന് നെഗറ്റീവ് തിങ്കേഴ്സ്. നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, നെഗറ്റീവ് തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ്? എന്ത് കാര്യം ഉണ്ടെങ്കിൽ ലോകം ഇങ്ങനെയാണ്, ലോകം നശിച്ചു, ലോകം നശിച്ചു, ഇനിയൊരു അവസരവും ഇല്ല, ഇനി ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല, ഇനി ഒരിക്കലും നേരാൻ കഴിയില്ല, ഇത് ഭയങ്കര പ്രയാസമാണ്, അവസരങ്ങളില്ല, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലുള്ള ചിന്താഗതി ഇവരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് തിങ്കിങ് ആണ്.
ഇവർക്ക് പ്രതീക്ഷയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുക, ഇവർ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇതന്നെ ചിന്തിക്കുന്നതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും, കൂട്ടുകൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് അവരുടെ ഫ്രണ്ട് സർക്കിൾ അതായി മാറും. നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായി അത്തരത്തിലുള്ള ഫ്രണ്ട് സർക്കിളിലേക്ക് അത് പോകും, അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് അത് പോകും, അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഉണ്ടാകും. ബിലോ ആവറേജ് തിങ്കിങ്ങും ബിലോ ആവറേജ് ലൈഫ് സ്റ്റൈലും നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് ബിക്കംസ് യുവർ ലൈഫ്. ഒരു കാര്യം മനസ്സിലാക്കുക, വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായിത്തീരും. യു വിൽ ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട് മോസ്റ്റ്. അതാവരുത്. യു ഹാവ് ടു തിങ്ക് ഡിഫറെന്റ്ലി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മളായി പോകും. വിത്തിൻ ഡേയ്സ് മതി, ദിവസങ്ങൾ മതി. ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ആകെ തകർന്ന് നമ്മൾ ഒന്നും വിൽ ഗോ ബാക്ക് ആൻഡ് ദാറ്റ് ബിക്കംസ് അവർ റിയാലിറ്റി. അത് നമ്മുടെ റിയാലിറ്റി. നമ്മൾ സൂക്ഷിക്കണം നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. നമ്മൾ നെഗറ്റീവാണോ ചിന്തിക്കുന്നത്? നെഗറ്റിവിറ്റി ഷെയർ ചെയ്യുന്നു. ഇനി മഴക്കാലം വരികയാണ്, ഇനി കഷ്ടപ്പാടിന്റെ കാലമാണ്, ഇനി പ്രയാസങ്ങളുടെ കാലമാണ്, ഇനി ബുദ്ധിമുട്ടുകളുടെ കാലമാണ്. വാട്ട് ഹാപ്പൻസ്? യു വിൽ ബിക്കം ദേർ, വിൽ ബിക്കം ദാറ്റ്. യെസ് ഓർ നോ? നെഗറ്റീവ് തിങ്കറായിട്ട് നമ്മൾ മാറും. So stay away from wrong people. Stay away from, don't discuss, don't spend time with negative people. Stay away from them. Stay away from negative conversations. നമുക്ക് ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യണോ, ലൈഫ് എളുപ്പമാകണോ, you have to protect yourself from the negativity. നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കേഴ്സ് ഉണ്ട്. നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ലൈഫ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു തിങ്ക് പോസിറ്റീവ്. പോസിറ്റീവായിട്ട് എന്ത് ചിന്തിക്കാൻ പറ്റും? ഇപ്പൊ ഇവിടെ ഒരു നീനു എന്ന് പറഞ്ഞ ഒരാൾ കമന്റ്, ഓരോരുത്തരും അവനവന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ കരുതുന്നു. സാർ ആളുകളെ ഇങ്ങനെ മോഹിപ്പിക്കുന്നതും സാറിന്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കഠിനാധ്വാനമാണ്. ഡെഫിനറ്റ്ലി. ബട്ട് സീ ദ പോസിറ്റീവ് സൈഡ്. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. This is my duty, I am doing it. This is my business, I am doing it. Yes, I understand. This is my duty. എന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. എനിക്ക് ഇങ്ങനെയൊന്നും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാതെ വെറുതെ ഇരിക്കാം. ഇനിയൊന്നും ഹെൽപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നടക്കില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചിന്തിച്ച് വിഷമിച്ച് ഡൗൺ ആയിട്ടിരിക്കാം. Or I can make a choice. I can create a course. I can support people. I can help people. And they can also help me. And we can grow together. I can support them. I can change their mindset. I can create a better life. I can help them because people need help. Because people are in negative thinking. അധികം ആൾക്കാരും നെഗറ്റീവ് ആയിട്ടുള്ള സ്പൈറൽ തിങ്കിങ്ങിലേക്ക്, വിഷമത്തിലേക്ക്, പ്രയാസത്തിലേക്ക് പോകുന്നു. മോഹങ്ങൾ നമുക്ക് വേണം, ആഗ്രഹങ്ങൾ നമുക്ക് വേണം, സ്വപ്നങ്ങൾ നമുക്ക് വേണം. സ്വപ്നങ്ങളാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. സ്വപ്നങ്ങളില്ലെങ്കിൽ, ആഗ്രഹങ്ങളില്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? What happens? We end up in negative thinking. No doubt. നമുക്ക് രണ്ട് ഓപ്ഷനുകൾ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ മോഹങ്ങളുടെ സംഗതികളിലേക്ക് പോകും, അതല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡൗൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രഗിളിങ്ങിലോ അല്ലെങ്കിൽ പ്രയാസത്തിലേക്കോ നമ്മൾക്ക് പോകാൻ വേണം. അപ്പോൾ ഒരു ടൈപ്പ് ആൾക്കാരെന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കേഴ്സ് ആണ്. ദേ ടോക്ക് അബൌട്ട് നെഗറ്റിവിറ്റി, ദേ സ്പ്രെഡ് നെഗറ്റിവിറ്റി, ദേ ഡിസ്കസ് നെഗറ്റിവിറ്റി. രണ്ടാമത്തെ ആൾക്കാർ ആരാണ്? പോസിറ്റീവ് തിങ്കേഴ്സ്. പോസിറ്റീവ് തിങ്കേഴ്സ് ആണ്. പോസിറ്റീവ് തിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവ് തിങ്കറാണ് രണ്ടാമത്തെ ആള്. പോസിബിലിറ്റി അല്ല, പോസിറ്റീവ് തിങ്കർ. പോസിറ്റീവ് തിങ്കർ ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് ചിന്തിക്കുന്ന ആള്. വെയിറ്റ് ചെയ്യാം,
കുറച്ച് ടൈം കഴിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ശരിയാവും, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പോസിറ്റീവ് തിങ്കർ. പോസിറ്റീവ് തിങ്കർ എന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഈ ലോകം എങ്ങനെയാണ്, എനിക്കിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എൻ്റെ ജോലിയും ചെയ്തിട്ട് പോവുക, എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോവുക, കുറേശ്ശെ കാര്യങ്ങൾ ചെയ്തു പോവുക. എന്ത് ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്കിവിടെ അവസരങ്ങളൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കിപ്പോൾ ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ, എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല, എല്ലാം പതിയെ റെഡി ആയിക്കോളും, എന്നെങ്കിലും കാര്യങ്ങൾ റെഡി ആയിക്കോളും, ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും, എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യും, എൻ്റെ മറ്റുള്ളവരാരെങ്കിലും സപ്പോർട്ട് ചെയ്യും, അതൊക്കെ നടന്നോളും, ദൈവം എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രം ചിന്തിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളോ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ദൈവം കൊണ്ട് തന്നിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാതെ, ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, കാര്യമായിട്ടൊന്നും ചെയ്യാതെ പോസിറ്റീവായിട്ട് എല്ലാം റെഡിയാവും, എല്ലാം റെഡിയാവും, എല്ലാം റെഡിയാവും. എന്ന് റെഡിയാവാൻ? വെൻ? അല്ലേ? ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പ്രതീക്ഷയിൽ മാത്രം പോയാൽ പറ്റില്ല. പോസിറ്റീവ് തിങ്കർ എന്ന് പറയുന്നത് എന്താണ്? പ്രതീക്ഷയിൽ പോകുന്നവരാണ്. ഈ പ്രതീക്ഷയിൽ പോകുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ പ്രതീക്ഷ ഉണ്ട്, പ്രതീക്ഷ വേണം, വേണ്ടെന്നല്ല, പോസിറ്റീവ് തിങ്കിങ് വേണം. ആ പ്രതീക്ഷ മാത്രമാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കാര്യമായിട്ട് ആക്ഷൻ എടുക്കില്ല, നമ്മൾ ആശ്വസിപ്പിക്കും. എസോർണോ? ഇത് റിയാലിറ്റിയെ സംസാരിക്കുന്നത്. നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു റെഡി ആയിക്കോളും, അത് വേണം, വേണ്ടെന്നല്ല, റെഡിയാവും, വിശ്വാസം വേണം, ഫെയ്ത്ത് വേണം, കാര്യങ്ങൾ വേണം. ബട്ട് ഡോണ്ട് യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ആക്ഷൻ? നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ റിസ്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ലക്കിനോ സാഹചര്യങ്ങളോ മറിയും എന്നുള്ള പ്രതീക്ഷയ്ക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കാതെ, അതിനപ്പുറത്തേക്ക് പോസിറ്റീവ് തിങ്കിങ്ങിനപ്പുറത്തേക്ക് നമ്മൾ അടുത്തൊരു ലെവൽ ഓഫ് തിങ്കിങ് വേണം. അച്ചീവേഴ്സിന്റെ തിങ്കിങ് അതാണ്. സ്ട്രഗ്ലേഴ്സ് അധികം ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന സ്ട്രഗ്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ നടന്നോളും എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നടന്നോളും എന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താ വെച്ചാൽ നടക്കും, നമ്മൾ ചിന്തിക്കുന്ന പോലെ നടക്കും. പക്ഷെ വേറെ പ്രോബ്ലം ഉണ്ട്. എന്ത്? അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് നമുക്ക് പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെടും. വി കനോട്ട് ക്രിയേറ്റ് എക്സ്ട്രാ, വി കനോട്ട് ക്രിയേറ്റ് സംതിങ് ബിഗർ, വി കനോട്ട് അച്ചീവ് സംതിങ് ബിഗർ. അപ്പൊ അത് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ കാലത്ത് നമുക്കൊരു അവസരമുണ്ട്. അവസരം എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി തിങ്കർ ആവണം, അതായത് ഒരു പോസിബിലിറ്റി തിങ്കർ ആവണം. എന്ത് പോസിബിലിറ്റി ഉണ്ട്? അതാണ് മൂന്നാമത്തത്. ആർ യു എ പോസിബിലിറ്റി തിങ്കർ? പോസിബിലിറ്റി തിങ്കർ ആയിട്ട് മാറണം. പോസിബിലിറ്റി തിങ്കർ എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ഇവിടെ അവസരമുള്ളത്, ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് എന്തുണ്ട്? യൂട്യൂബ് ഉണ്ട്, പുതിയ സ്കില്ല് പഠിക്കാം, ഗൂഗിൾ ഉണ്ട്, റിസർച്ച് ചെയ്യാം, എല്ലാ അറിവും അവിടെയുണ്ട്. ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഞാനത് ചെയ്യുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുണ്ട്, കോഴ്സുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് പണം മാറ്റി വെച്ചിട്ട്, ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പണം മാറ്റി വെച്ചിട്ട് ഞാൻ പോയി പഠിക്കാൻ തയ്യാറാണോ? എന്നിട്ട് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണോ? Am I doing something? So become a possibility thinker. To become an achiever, you have to become a possibility. Not just positive thinking. പോസിറ്റീവ് തിങ്കിങ്ങോട് മാത്രം നിങ്ങൾ എന്താവില്ല, അച്ചീവർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. ഇഫ് യു വാണ്ട് ടു ബിക്കം എൻ അച്ചീവർ, യു ഹാവ് ടു തിങ്ക് എ പോസിബിലിറ്റി തിങ്കർ. എന്ത് പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്? നിങ്ങളുടെ ബിസിനസ് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, നിങ്ങൾ മാർക്കറ്റ് ചെയ്തോ? നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ബിക്കോസ് ദിസ് ഈസ് ദ ന്യൂ വേൾഡ്. ഇതൊരു പുതിയ ലോകമാണ്, പുതിയ റിയാലിറ്റിയാണ്, പുതിയ നോർമാലിറ്റിയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക, ഇൻസ്റ്റഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ നോർമൽ തിങ്. ആർ യു ഇൻ 90s? നിങ്ങൾ ഇപ്പോഴും 90s-ലാണോ? നിങ്ങൾ ഇപ്പൊ തന്ത വൈബുമായിട്ട് ഇരിക്കുകയാണോ? ദർ ഇസ് എ വൈബ് ലൈക്ക് ദാറ്റ്. ഈ പുതിയ ആൾക്കാർ, മറ്റുള്ള പഴയ ആൾക്കാരെന്ന് വെച്ചാൽ, പണ്ടുള്ള ആൾക്കാർ നമ്മൾ പറയായിരുന്നു നിങ്ങൾക്ക് വയസ്സായിട്ടുണ്ട്, വയസ്സന്മാരാണ്, പ്രായമായിട്ടുണ്ട്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇന്നിപ്പോ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്, വേർഡാണ്. നമ്മളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണോ? വൈ വി ആർ നോട്ട് ഗ്രാബിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി? ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്തുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല? പഠിക്കാൻ, നമ്മളെ ചേഞ്ച് ചെയ്യാൻ, നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്?
ആൻഡ് ആമ്പിള്ളേർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്ത് അവരെ ബിസിനസ് ഉണ്ടാക്കി പണം ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. ആൻഡ് ദിസ് ഈസ് എ ന്യൂ നോർമൽ. നമ്മൾ മനസ്സിലാക്കിയപ്പെട്ടു, ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്, പുതിയ ലോകം എന്ന് പറയുന്നത് ഇതൊരു നോർമലായി മാറിയിട്ടുണ്ട്. യു ഹാവ് ടു എൻറ്റർ ഇറ്റ്, അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? നോ ഡൗട്ട് യു വിൽ വൈപ്ഡ് ഔട്ട്. ഡു യു അഗ്രി വിത്ത് മീ? there is a change is happening. പുതിയ നോർമലായ അവസ്ഥയാണ് ഇത്. നോർമൽ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നോർമാലിറ്റി. അക്സെപ്റ്റ് ചെയ്തപ്പെട്ടു. ഈ ചേഞ്ചിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാകും. ഈ ചേഞ്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ഇതിലേക്ക് ഇറങ്ങും? എനിക്കറിയില്ല. ഇനി പറയാൻ പോകുന്ന അടുത്ത 5-10 വർഷം കൊണ്ട് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ വേൾഡ്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എല്ലാം ഓൺലൈനിലേക്ക് മാറും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എത്രയോ ആൾക്കാരുടെ ബിസിനസ്സുകൾ ഇപ്പൊ പൊട്ടിപ്പോകുന്നുണ്ട്. എത്രയോ ആൾക്കാരുടെ ബിസിനസ് നഷ്ടപ്പെടുന്നുണ്ട്. സ്വർണ്ണം സാധാരണക്കാരന്റെ പല സ്ഥാപനങ്ങളിലും ബിസിനസ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർ യു സീയിങ് എ ചേഞ്ച്? ഒരു ക്രൈസിസ്, ഒരു ചേഞ്ച് കാണുന്നുണ്ടോ? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സംഗതികളും കാണുന്നുണ്ട്. ആർ യു സീയിങ് എ ചേഞ്ച് ഓർ ആർ യു പ്രൊമോട്ടിങ് എ ബിസിനസ്? പണ്ട് ഉദ്ഘാടനത്തിന് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഇൻസ്റ്റഗ്രാമിലാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനത്തിന് ആൾക്കാർ വരുന്നത്. Am I right? So there is a big change is happening. Are you grabbing the opportunity? Are you changing? Are you doing something about it? നിങ്ങൾക്ക് അതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. You have to. This is the reality. Yes, ആൾക്കാർ കമന്റ് ചെയ്യൂ. Yes, ആൾക്കാർ ജഡ്ജ് ചെയ്യൂ. So what? You are doing your job. This is a new world. You have to cope up. You have to adapt. അഡ്ജസ്റ്റ് ചെയ്തപ്പെട്ടു, അതിനെ മനസ്സിലാക്കിയപ്പെട്ടു. സ്വർണ്ണോ, ഹലോ ഹലോ, ഡു യു അഗ്രി വിത്ത് മീ? ഹൗ യു ആർ ഗോയിങ് ടു ഗ്രോ യുവർ ബിസിനസ് ഇൻ ദിസ് വേൾഡ്? നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, നിങ്ങളുടെ സംഗതികളാകട്ടെ, കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ആൻഡ് ദിസ് ഈസ് എ വേൾഡ്. ആൻഡ് പോസിബിലിറ്റി തിങ്കർ ആവണം. പോസിബിലിറ്റി തിങ്കർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങിത്തിരിക്കണം. വി ഹാവ് ടു become a positive thinker and we have to get into this thing. അടുത്തത് എന്താണ്? മൈൻഡ് സെറ്റ് ഫോർ ദ ന്യൂ വേൾഡ്. പുതിയ വേൾഡിലേക്കുള്ള മൈൻഡ് സെറ്റ് എന്താണ്? ഹൈലി ഡ്രിവൺ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. നോക്കി നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിത്തിരിക്കണം, ഡ്രൈവ് ഉണ്ടാവണം. ഇന്നത്തെ വേൾഡിൽ എന്താ വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഹൈലി ഡ്രിവൺ. വെറുതെ ഇരിക്കാൻ പറ്റില്ല, ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. You have to get up in the morning and stay excited for the opportunity. വർക്ക് എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കാൻ പറ്റില്ല. ഇനി ജോലി ചെയ്യണമല്ലോ, ഇനി അങ്ങനെ ചെയ്യണമല്ലോ, ഇങ്ങനെ ചെയ്യണമല്ലോ എന്ന് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. യു ഹാവ് ടു ബി ഫോക്കസ്. നിങ്ങൾ ക്രിയേറ്റർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ ഒരു ഡ്രിവൺ മൈൻഡ് സെറ്റ് വരുള്ളൂ. നിങ്ങൾ അച്ചീവറുടെ ഇതിലേക്ക് മൈൻഡ് സെറ്റിലേക്ക്, ഈ ഡ്രിവൺ മൈൻഡ് സെറ്റ് അച്ചീവർക്ക് വേണ്ട മൈൻഡ് സെറ്റ് അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഹാവ് എ ഡ്രീം, എ പ്രോജക്ട്, എ വിഷൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടാവണം, ആഗ്രഹം ഉണ്ടാവണം. ഒരു ക്രിയേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു ബിസിനസ്സോ സംഗതികളോ കാര്യങ്ങളോ ബിൽഡ് ചെയ്യണം എന്നുള്ള സംതിങ് ഐ വാണ്ട് ടു ബിൽഡ് എന്നുള്ള രീതിയിലുള്ള ഒരു തിങ്കിങ് നമുക്ക് വന്നേ പറ്റും. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള, എനിക്ക് എന്റേതായിട്ടുള്ള കരിയറിൽ ഒരു സംഗതി. അപ്പൊ ആ ഡ്രൈവ് ഉണ്ടാവണം. സോ യു നീഡ് എ ഗോൾ. ഒരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടായപ്പെട്ടു. യു ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി വാട്ട് യു വിൽ അച്ചീവ്. ആ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആഴ്ച നടക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നോളൂ. യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ഗോളുകൾ നിങ്ങൾക്ക് എന്ത് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള, നല്ല പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റും. പാഷൻ കാണിച്ചേ പറ്റും. പാഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇറ്റ് കംസ് ത്രൂ മൊമെന്റം. നമുക്ക് മൊമെന്റം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണ് പാഷൻ ഉണ്ടാവുന്നത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇഷ്ടപ്പെടും. ഒരു എനർജി നമ്മളിലേക്ക് വരും, ഒരു ആവേശം നമുക്ക് വരും. ഒരു റിസൾട്ട് നമ്മൾ കാണുമ്പോൾ ഒരു രസമുണ്ട്. അതിനൊരു പ്രോഗ്രസ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? പാഷൻ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും. ബിക്കോസ് വി ആർ ഡൂയിങ് സം. മനസ്സിലാവുണ്ടോ? ഇഷ്ടപ്പെട്ട് പാഷനോട് കൂടിയിട്ട്, വല്ലാത്ത താല്പര്യത്തോട് കൂടിയിട്ട്, വല്ലാത്തൊരു എന്താ പറയാ ഊർജത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഈ ഒരു മൈൻഡ് സെറ്റ് ഇതിന്റെ ഭാഗമാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഉറങ്ങിത്തൂങ്ങി ഇനിയിപ്പത് ചെയ്യാം,
അത് ചെയ്യാം, അത് പോയിട്ട് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ല. യു ഹാവ് ടു ഹാവ് ദാറ്റ് ഡ്രൈവ്, പാഷൻ വേണം. എനിക്കിത് ഉഷാറാക്കണം, എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്കിത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു പാഷൻ വേണം. യു നീഡ് ദാറ്റ്. എനിക്കിത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? നെക്സ്റ്റ് എന്താണ്? ഹൈ എനർജി, ഹൈ ഫ്രീക്വൻസി എനർജിയിൽ നിൽക്കൽ നിർബന്ധമാണ്. ഹൈ എനർജി ഇതിന്റെ ഭാഗമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് എനർജി. ഒരു ലോ എനർജി, ലോ ഫ്രീക്വൻസി എനർജിയിൽ നിൽക്കരുത്. അതായത് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ എനർജി വരും. പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, തടസ്സങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോ എനർജി വരും. യു ഹാവ് ടു ഹാവ് ഹൈ എനർജി. രാവിലെ ഇടിക്കുക, അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ. സോ അതിനുവേണ്ടി യാത്ര ചെയ്യാൻ, മൂവ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ, സംഗതികൾ ചെയ്യാൻ. അല്ലെങ്കിൽ യു ഓൾവേസ് ബി ആക്റ്റീവ്. എനർജി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രിക്ഷനിലൂടെയാണ്. ഫ്രിക്ഷൻ എങ്ങനെയാണ്? ലൈക്ക് യു ഹാവ് ടു മൂവ്. ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മൂവ്, അല്ലേ? സ്പാർക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ശരീരത്തിൽ വെറുതെ ഇങ്ങനെ ചുമ്മാ വന്നിട്ട് എന്താ വെച്ചാൽ വെറുതെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു രീതിയിൽ മാത്രമാവരുത്. യു ഹാവ് ടു ഹാവ് ഡിസ്കഷൻസ്. ആൾക്കാരുമായിട്ട് ഡിസ്കഷൻ ഉണ്ടാവണം, തിങ്കിങ് ഉണ്ടാവണം, പഠനം ഉണ്ടാവണം, പ്ലാനിങ് ഉണ്ടാവണം, സംഗതികൾ ഉണ്ടാക്കണം. യു ഹാവ് ടു ബി ആക്റ്റീവ്. ഇത് ഇന്നത്തെ കാലത്ത് ഒരു എന്താ പറയാ ഒരു സംഗതിയാണ്. എനർജി, ഹൈ എനർജി മസ്റ്റാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമായിട്ട് പോവല്ല. ദെൻ യു നീഡ് ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഹാവ് എ ബാലൻസ്. ബാലൻസും ഉണ്ടാവണം. ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യണം, സംഗതികൾ ഉണ്ടാവണം, കാര്യങ്ങളെല്ലാം. സോ യു നീഡ് ടു ഹാവ് ഹൈലി ഡ്രിവൺ, ഹൈലി പാഷനേറ്റ്, ഹൈലി എനർജറ്റിക്. അതായത് ഹൈ ഫ്രീക്വൻസി എനർജിയിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊജക്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആയി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹൈ എനർജിയിലെത്തും. അപ്പൊ ഹൈ എനർജി എന്നുള്ളത് ഇറ്റ്സ് എ മസ്റ്റ്. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഹൈ ഇനീസിയേഷൻ കേപ്പബിലിറ്റി. ഇനീസിയേഷൻ കേപ്പബിലിറ്റി ഭയങ്കരമായിട്ട് ആവശ്യമുള്ളതാണ്. നമ്മൾ ഇനീഷ്യേറ്റ് എടുത്തേ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ഞാൻ എങ്ങനെ ഇറങ്ങിത്തിരിക്കും എന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. യു ജസ്റ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ, ഇറങ്ങിത്തിരിച്ചേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ ഇറങ്ങിത്തിരിക്കും, എങ്ങനെ മുന്നോട്ട് പോകും അറിയില്ല. ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട്. എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചിങ്ങനെ വിഷമിച്ചിരിക്കരുത്. അല്ലെങ്കിൽ അവര് വേണം, ഇവര് വേണം, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആവണം എന്നുള്ള തിങ്കിങ്ങോ സംഗതികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട്. ഇനീസിയേഷൻ കപ്പാസിറ്റി. നമ്മൾ ഇനീഷ്യേറ്റ് എടുത്തേ പറ്റും. നോബഡി ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ അസ്. അതാണ് അടുത്തത്. വെയിറ്റ് ഫോർ നോ വൺ. ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യില്ല. ദേ ഡോണ്ട് വെയിറ്റ് ഫോർ നോ വൺ. അവരാരെയും വെയിറ്റ് ചെയ്യില്ല. അയാൾ വരട്ടെ, ഇയാൾ വരട്ടെ, അയാൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇയാൾ വേണം എന്റെ ടീമിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം. നോ, യു സ്റ്റാർട്ട്. യു ജസ്റ്റ് ഗോ. ഡോണ്ട് വെയിറ്റ് ഫോർ എനിബഡി. അത് റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നോ, ഉള്ളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. ഉള്ളത് വെച്ചിട്ട് പ്ലാൻ ചെയ്യുക. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. തിങ്കിങ്ങിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, എനിക്ക് എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റും, ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഇപ്പം ഈ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? നോ പെർഫെക്ഷനിസം മെന്റാലിറ്റി. അവർക്ക് പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ഇല്ല. ഓൺലി ഇംപ്രൂവ്മെന്റ് ആണ്. സ്റ്റാർട്ട്സ് നൗ ആൻഡ് ഇംപ്രൂവ് ലേറ്റർ. അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്? പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള തിങ്കിങ് അവർക്കില്ല. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, റിയാലിറ്റിയിലേക്ക് വരില്ല. പെർഫെക്ഷനിസം കറക്റ്റ് ആയിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. അല്ല, ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടല്ല ചെയ്യേണ്ടത്, ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ വേണ്ടത്, എന്നിട്ട് പിന്നെ ഇത് കറക്റ്റ് ആക്കിയാൽ മതി. ഇംപ്രൂവ് ലേറ്റർ. സ്റ്റാർട്ട് സംതിങ് ആൻഡ് ഇംപ്രൂവ് ലേറ്റർ. യുനോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, യു ഡോണ്ട് ഹാവ് ടു ബി ഗ്രേറ്റ്. സിഗ് സിഗ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ബിസിനസ് കോച്ച് പറഞ്ഞിട്ടുള്ളത്, യു ഡോണ്ട് ഹാവ് ടു ബി ഗ്രേറ്റ്. നിങ്ങൾ ഗ്രേറ്റ് ആവേണ്ട ആവശ്യമില്ല. ടു സ്റ്റാർട്ട് സംതിങ്, എന്തെങ്കിലും തുടങ്ങാൻ നിങ്ങൾ ആ മേഖലയിൽ ഒരു എക്സ്പേർട്ടോ ഒരു ഗ്രേറ്റോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ടുള്ള ഒരാളോ ആയി മാറണ്ട. ബട്ട്
You have to start to be great. ഗ്രേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. യെസ് ഓർ നോ? നിങ്ങൾക്ക് ഗ്രേറ്റ് ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. So that's why you have to start something and somewhere. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. It's your life. നമ്മുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ. Are you enjoying the session? Is it useful? Is it useful? Is it changing your mindset? Is it really helpful? Just comment down. If it is fantastic, just comment down fantastic. ഇത് എന്നെ ചേഞ്ച് ചെയ്യുന്നു, എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യുന്നു, എൻ്റെ തിങ്കിങ് കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്നു. I have to accept the reality. Very informative, very useful. Okay. Sheena പറയുന്നത് very informative, very useful. Perfectionism is also my problem. Perfectionism ആലോചിച്ചിട്ട് ഇരുന്നിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. പെർഫെക്ഷനിസം എന്താണ്? നത്തിങ് ബട്ട് ട്രോമാറ്റിക് റെസ്പോൺസ് ആണ്, ട്രോമയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തപ്പോൾ പരാജയപ്പെട്ടത് കൊണ്ട് ഒരുപാട് കളിയാക്കലും പരിഹസിക്കലും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനിലെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ആ കടന്നു പോയത് മനസ്സിൽ എന്ത് വെച്ചാൽ ഇൻസെക്യൂരിറ്റി ആയിട്ട് കിടക്കുന്നു. ഇനി വേറൊരാളോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള തിങ്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള തിങ്കിങ്ങിലേക്ക് പോകുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, there is nothing called perfectionism. Perfectionism എന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല, അത് മിത്താണ്. അത് മിത്താണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തോളൂ, സ്റ്റാർട്ട് സംതിങ്, then make it better. പിന്നെ അത് പെർഫെക്റ്റ് ആക്കാം. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. സ്റ്റാർട്ട് സ്മോൾ. No one is perfect, but everyone is perfect in their own way. Yes, very good. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക. Don't worry, you're on the right track. You're on the right track and you're at the right platform. നിങ്ങളിപ്പോ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. So use this support. And it will change. This community will change your life. നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. സോ പറഞ്ഞത് എന്താണ്? ഹൈലി പാഷനേറ്റ്, ഹൈലി എനർജറ്റിക് ആയിരിക്കണം, ഹൈലി ഇനീഷിയേഷൻ കപ്പാസിറ്റി ഉണ്ടാകണം. വെയിറ്റ് ഫോർ നോ വൺ, നോ പെർഫെക്ഷനിസം മെന്റാലിറ്റി, സ്റ്റാർട്ട്സ് നൗ ആൻഡ് ഇംപ്രൂവ് ലേറ്റർ. നിങ്ങൾ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ അവരെങ്ങനെയായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക, എന്നിട്ട് പിന്നെ ഇപ്പൊ അവരെവിടെ എത്തി നിൽക്കുന്നത്? എസ് ഓർ നോ? എസ് ഓർ നോ? നിങ്ങൾ കാണുന്ന പല യൂട്യൂബ് ചാനലുകളും അവരെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്, അവരിപ്പോ എവിടെ എത്തി നിൽക്കുന്നു, അവരെത്ര നല്ല രീതിയിലേക്ക് ഇംപ്രൂവ് ആയി. സ്റ്റാർട്ട്സ് നൗ ആൻഡ് ഇംപ്രൂവ് ലേറ്റർ. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഗ്രാപ്പേഴ്സ്, അവരുടെ പ്രത്യേകത എന്താണ്? ഓപ്പർച്യൂണിറ്റി ഗ്രാപ്പേഴ്സ്. അവരവസരങ്ങൾ നിരന്തരം ഉപയോഗപ്പെടുത്തുന്നവരാണ്. ആൻഡ് ദി ആർ കൺസിസ്റ്റന്റ്. ഇന്നത്തെ വേൾഡിൽ നമ്മൾക്ക് എന്ത് ചെയ്തേ പറ്റൂ? കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തേ പറ്റൂ. ആൻഡ് ദേ ഡു നോട്ട് വറി അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് ദം. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുന്നവരല്ല. അവർ അവസരങ്ങൾ ഗ്രാബ് ചെയ്യുന്നവരാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി തിങ്കർ, പോസിബിലിറ്റി തിങ്കർ. They do not worry about what others think about them. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. ബിക്കോസ് ഇറ്റ് ഡസന്റ് മാറ്റർ. മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത് ഡസന്റ് മാറ്റർ. ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് others think about you. It does matter what you think about yourself. നിങ്ങൾ നിങ്ങളെ പറ്റി എന്താ ചിന്തിക്കുന്നത്? സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? നോ ഓവർ തിങ്കിങ് ആൻഡ് ഓവർ അനലൈസിങ്. അവർ ഓവർ തിങ്കിങ്ങിന് തയ്യാറല്ല, ഓവർ അനലൈസിങ്ങിന് തയ്യാറല്ല. ദേ ആർ ജസ്റ്റ് ഡൂയിങ് തിങ്സ്. ഓവറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ്ഡ് ആയി ഒന്നും ചെയ്യാൻ കഴിയും. യു ഡു യുവർ സ്റ്റൈൽ. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നല്ല ഓവർ അനലൈസിങ് ഉണ്ടാകാം. വർക്ക് ഓൺ ഇറ്റ്. സ്റ്റോപ്പ് തിങ്കിങ് ടു മച്ച്. അത് ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പ്രയാസമായിരിക്കും. ഇതെങ്ങനെ പക്ഷേ ഞാൻ സോൾവ് ചെയ്തേ പറ്റൂ. മേ ബി സംടൈംസ് വിളിക്കുന്നത് ഓവറായിട്ട് വല്ലാണ്ട് ഓവർ അനാലിസിസ്, ഓവർ തിങ്കിങ് നടക്കുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് സീ എ ഡോക്ടർ ഓർ സൈക്കോളജിസ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. കണ്ടിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കുക. സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ട് തെറാപ്പിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താൽ മതി. മെഡിറ്റേഷൻ ചെയ്താൽ ഓവർ തിങ്കിങ് കുറയും. നന്നായിട്ട് ഡെപ്തിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് പ്രശ്നം കുറയും.
പക്ഷെ മെഡിറ്റേഷൻ ചെയ്യാൻ തീരെ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഗെറ്റ് എ ഹെൽപ്പ് ഫ്രം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് തോടുക, അദ്ദേഹം തെറാപ്പി ചെയ്തു തരും. എന്നിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് സി എ സൈക്യാട്രിസ്റ്റ്. സംടൈംസ് സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും. ദാറ്റ്സ് ആൾസോ ഫൈൻ. എന്തുകൊണ്ട്? നമ്മൾ ഓവർ തിങ്കിങ് ചിലപ്പോൾ നമ്മൾക്ക് ADHD അല്ലെങ്കിൽ BPD എന്നുള്ള എന്തെങ്കിലും ഡിസോർഡറുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണോ, നമ്മുടെ എന്തെങ്കിലും ശരീരത്തിലെ പ്രശ്നമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും ഒരു ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി ആണോ? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മെഡിസിൻ കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വരും. ഇത് കുറച്ചു കാലം മതിയാവും. അപ്പൊ അത് ചെയ്തിട്ട് എന്താ വെച്ചാൽ ഹാൻഡിൽ യുവർ സിറ്റുവേഷൻ and grab the opportunity and go for it. Next എന്താണ്? സ്കിൽ സെറ്റ് ഫോർ ദ ന്യൂ വേൾഡ് ഓർഡറിൽ നമുക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ് വേണ്ടി വരും? യു നീഡ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇന്നത്തെ കാലത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിലേക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പഠിച്ചേ പറ്റും. അതില്ലെങ്കിലും നേടാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. അതില്ലാതെ തന്നെ എത്രയോ ആൾക്കാർ ഏൺ ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദിസ് ഈസ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. അത് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. അടുത്തത് എന്താണ്? ടെക്നോളജി അഡാപ്റ്റേഷൻ. കാലഘട്ടത്തിനനുസരിച്ച്, പ്ലാറ്റ്ഫോമുകൾക്കനുസരിച്ച്, സോഫ്റ്റ്വെയറുകൾക്കനുസരിച്ച് നമ്മൾ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായേ പറ്റും നമ്മുടെ ലൈഫിൽ. അത് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. സെയിൽസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അടുത്തത് പാറ്റേൺ റീഡിങ് എബിലിറ്റി. എന്താണ് മാർക്കറ്റിൽ നടക്കുന്ന ചേഞ്ച്, അത് റീഡ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ അവസരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റ് യുവർ സെൽഫ് ഇൻടു ഇറ്റ്. എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് ആലോചിക്കുക. ഇന്നത്തെ മാറ്റങ്ങൾ വരുന്നത് ഹ്യൂജ്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ഒരേ സമയത്ത് പല മാറ്റങ്ങളും നടക്കുന്നത്. അപ്പൊ അത്രയ്ക്കും ഷാർപ്പായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി വിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ടെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. നെവർ എൻഡിങ് ലേണിംഗ്. അതുകൊണ്ട് തന്നെ പഠനം നിരന്തരം തുടർന്നേ പറ്റും. പഠനം തുടർന്നേ പറ്റൂ. യു ഹാവ് ടു ലേൺ കണ്ടിന്യൂസ്. നെവർ എൻഡിങ് ലേണിംഗ്. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു സ്കിൽ സെറ്റ് വേണ്ടത്. അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോളജ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോളജ് നമുക്ക് വേണം. ഇറ്റ്സ് എ മസ്റ്റ്. സോഷ്യൽ മീഡിയ ബ്രാൻഡിങ് സ്കിൽസ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബ്രാൻഡിങ് സ്കിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയണം. അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ എബിലിറ്റി. ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള മറ്റു സംഗതിയാണ്. കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ വളരെ നല്ലതാണ്. അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം, നല്ലതാണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രോസസ് അണ്ടർസ്റ്റാൻഡിങ്. ഓവറോൾ വേൾഡിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, സെയിൽസ് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നത്, ഇതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്. ഇത്രയും സ്കില്ലിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട്. ഇതിനൊക്കെ ഒരുപാട് ബുക്കുകളുണ്ട്. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഒരുപാട് ബുക്കുകളും സംഗതികളും കോഴ്സുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ദീസ് ആർ ദ സ്കിൽ സെറ്റ് യു നീഡ്. ബേസിക് സ്കിൽ സെറ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ്. അത് പണ്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ. അപ്ഡേഷൻ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ ബിക്കം എ സ്ട്രഗ്ലർ or will become really highly difficult lifestyle നയിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ആൾക്കാരാണ്, വാച്ചേഴ്സ് ആൻഡ് ഡൂവേഴ്സ്. ചില ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യും. ചെയ്യുന്നവരെ കണ്ടിട്ട് നോക്കി അങ്ങനെ നിൽക്കും. ആർ യു എ ഡൂവർ ഓർ വാച്ചർ? വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം? മറ്റുള്ളവരെ നോക്കി നിൽക്കുന്ന ഒരാളാണോ? ഒരു വിറ്റ്നസ് ആയി മാറുകയാണോ? സാക്ഷിയായി മാറുകയാണോ? മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ഏൺ ചെയ്ത് കൊണ്ടുപോകുന്നത്, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അവരെടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കി നിൽക്കാം. ഓർ വി ക്യാൻ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഇഫ് യു ആർ എ ഡൂവർ, just come down. Like, I'm a doer. I'm an action taker. I take action. I do. Just come down. Do. I do it. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ചേഞ്ചസിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. ദിസ് ഇസ് റിയാലിറ്റി. അതുകൊണ്ടല്ലേ പണ്ടുള്ള കാലഘട്ടത്തിലുള്ള പോലെയാണോ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ
ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് അപ് ടു യു. യു ഹാവ് ടു ഡിസൈഡ്. ആൻഡ് ദിസ് വേൾഡ് ഈസ് ചേഞ്ചിങ് എ ലോട്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി, സംഗതികൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റും. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ഈ റിയാലിറ്റി ഒക്കെ പഠിച്ചേ പറ്റും. നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഈ റിയാലിറ്റി ഒക്കെ പഠിച്ചേ പറ്റും. ഈ റിയാലിറ്റി ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആൻഡ് ദിസ് ഈസ് എ റിയാലിറ്റി. യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തതിന്. അപ്പൊ ഇതുപോലെ ഒരുപാട് അറിവുകൾ ഷെയർ ചെയ്യുന്ന നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഡീപ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നീട്ടിവെക്കുന്ന സ്വഭാവം, ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു, ഒരു കൺസ്യൂമറുടെ മൈൻഡ് സെറ്റിലേക്ക് തന്നെ പോകുന്നു, ഒരു ക്രിയേറ്ററുടെ മൈൻഡ്സിലേക്ക് വരുന്നില്ല, കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്നില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കം ആൻഡ് ജോയിൻ അവർ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. അതിലേക്ക് വരാൻ ശ്രമിക്കുക. 499 രൂപയുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 8086880775 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? ഗൂഗിൾ പേ ചെയ്യാം. അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാം. അതേ നമ്പറിലേക്ക് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആൻഡ് വി വിൽ സീ യു ടുമോറോ ഈവനിങ് അറ്റ് 7:30. അടിപൊളിയായിട്ടുള്ള സെഷനുമായിട്ട് ഗോൾ സെറ്റിംഗ് ഡെപ്തിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നതാണ്. I want you to come and join with me and learn from me and change your life. Okay? Wish you all the very best. Thank you so much. Have a great day. എന്തെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? Did you enjoy? Was it useful? Useful ആയിരുന്നോ? Hello? Yes? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. Was it useful? Yes. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താങ്ക് യു സോ മച്ച് സാർ, ഇറ്റ്സ് വെരി യൂസ്ഫുൾ. റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? ഇതിന്റെ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. കോഴ്സിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോഴ്സിന്റെ ക്ലാസ്സിൽ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ജോയിൻ വിത്ത് മീ ആൻഡ് ലേൺ ആൻഡ് ഗ്രോ. ലെറ്റ് മീ കോച്ച് യു. നമ്മൾ ഇപ്പൊ ഈ പഠിപ്പിച്ചതൊന്നുമല്ല, ഇതൊക്കെ വെറും സാമ്പിൾ ആണ്. ഇതിലേറെ ഡെപ്തിലേക്ക് പോകുന്ന ക്ലാസ് ആണ് നമ്മുടെ കോഴ്സിലേക്ക് വന്നത്. വെറും 499 രൂപയുള്ളൂ. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ മറക്കരുത് സാറിന്റെ ക്ലാസ്സിൽ. അമീർ ഷാബി ഒരു കാര്യം ചെയ്യും. അമീർ ഷാബി, നിങ്ങൾ എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അമീർ ഷാബി, ഐ വാണ്ട് യു ടു മെസ്സേജ് മീ. ഓക്കെ, അല്ലെങ്കിൽ ഇതേ നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. വിളിക്കൂ നിങ്ങൾ കേട്ടോ, വിളിച്ച് സംസാരിക്കും. അമീർ ഷാബി, കോൾ ടു ദാറ്റ് നമ്പർ, ആ നമ്പറിലേക്ക് വിളിക്കും. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മണി മാനേജ്മെന്റ് ക്ലാസ് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. മണി മാനേജ്മെന്റ് ക്ലാസ് നമ്മുടെ മൈൻഡ് പവർ കോഴ്സ് വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഒരു വീക്കിന് ശേഷം. അപ്പോൾ ആ മൈൻഡ് പവർ കോഴ്സ് ലൈവായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈവായിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇറ്റ് വിൽ ചേഞ്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സും ഇതേപോലെ നമ്മൾ അതിന്റെ കൂടെ തന്നെ വരും. ഈ മൈൻഡ് പവർ ക്ലാസ് വരുന്നുണ്ട്, അതിന്റെ കൂടെ അതിൽ തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ ടോപ്പിക്സുകളും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. Have a great day.